കല്യാണത്തിന് മുമ്പ് ഡിവോഴ്സ് ആയ പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് തന്നെയാട്ടോ നല്ലത്. ഓ എല്ലാം തികഞ്ഞ ഒരു റിലേഷനും ഇല്ല. കാരണം വീട്ടുകാരാ. അത് മാത്യു പറഞ്ഞ ശരിയാട്ടോ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് എപ്പോഴും പറയും പുള്ളിയുടെ അടുത്ത് വരുന്ന 90% कैसे देख रहे इसको? एक और फोन आ गया. എടാ മാമന കല്യാണത്തിന് ഒരുക്കങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ വിളിക്കുന്ന നല്ല കത്തി എടുക്കണോ? നമ്മുടെ ഒരു പയ്യനുണ്ടായിരുന്നു, ഞാൻ അങ്ങ് വിട്ടുപോയി. ഈ സിനിമയിലൊക്കെ ഫോട്ടോ എടുക്കുന്നതാ. എടാ അവന് എടുക്കാല്ലേ? ആ എടുക്കാം. അതൊക്കെ ഭയങ്കര അത് പിന്നെ എന്തായാലും 10 കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ മാമ. എടാ നമ്മുടെ അന്തസ്സ് നമ്മൾ ഇങ്ങനെയൊക്കെയാണാ കാണിക്കുന്നത്. അതെ മാമ, അതെ അതെ. അയാള് ഭയങ്കര മാമന് വേണ്ടി പറഞ്ഞോടിക്കളിയാ. फिर से बच गया फोन. किसका है? ദേ ജിതേഷിന്റെ ഫോൺ. एक एक करके सबके फोन बज रहे हैं. അതെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അളിയ പറ. അളിയാ മച്ചാനെ, എടാ നീ അന്ന് പറഞ്ഞ കമ്പിപ്പടം ഉപ്പസാധനം നീയല്ലേ പറഞ്ഞത്? ഞാൻ അയച്ചുതരാം, വാട്സാപ്പിൽ അയച്ചുതരാം. उसकी बात कैसे देख रही उसको? ഈ ചമ്മി നിക്കണേ. ഇതിനിപ്പോ എന്താ കുഴപ്പം? ആരും ഇതൊക്കെ കാണാത്ത. എടാ എന്റെ നല്ല കാലത്ത് ഞാനും കണ്ടിട്ടുണ്ട്. खाना आ गया. ये तो लेट में क्यों ला रहे हैं खाना? बैन മാത്യു पार्टी चल रही है उनकी, इतना लेट क्यों ला रहे? എടാ അവരെ കൊണ്ടുപോയിട്ട് വീണ്ടും ഇത്ര ദൂരം തിരിച്ചു കഴിക്കാണോ? പിന്നെ കഴിക്കാൻ എടാ നിനക്ക് വേണമെങ്കിൽ ചെയർ എടുത്തു ഇതായി അല്ലെ താഴത്തിരിക്കുന്നത്. ഓക്കെ. फिर से बच गया फोन. मैथ्यू, अच्छा इसका पसीने क्यों हो रहा है? ये जरूर कुछ छुपा रहा है ये आदमी ना. अरे പെട്ടെന്ന് ആവട്ടെ. ഇത് ബിസിനസ് മെസ്സേജാ. बोल भी कौन रहा है जो खुद ही स्कैम कर रहे हैं. ആ മെസ്സേജ് അങ്ങ് കേൾപ്പിച്ചാ മതി. ये बैंक कर നീ പൊളിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുന്നു ഞാൻ അറിഞ്ഞു. മര്യാദക്ക് എന്റെ കാശ് തന്നോണം, ഇല്ലെങ്കിൽ बैंक इसलिए इतना परेशान था ये. इसका रुपए है ना 25 लाख. നിനക്ക് ശരിക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ? മാത്യു നീ ഇതെന്നാ ഞങ്ങളോടൊന്നും പറയാൻ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ ഇതൊക്കെ പറഞ്ഞാലെന്തും ചെയ്യാൻ പറ്റൂ. खुद तो कितना वो करता है. എന്നാലും मदद नहीं कर रहा उसकी. ആലോചിക്കാം. എടാ സാമേ, നീ ഒരു പാട്ട് പാടിയാണ്, മൂഡൊന്ന് റിലാക്സ് ആവട്ടെ. गेम भी क्या खेल रही है ऐसा? 10 मिनट है. मुझे लग रहा है इसका फोन आएगा. इसका फोन तो आया नहीं अभी तक. आएगा पक्का भी. सबसे बड़ा राज तो उसी का है, 50 लाख. ഓക്കെ, ഞങ്ങൾ ആണുങ്ങൾ ഒരു റൗണ്ട് കൂടി അടിക്കാൻ പോവാണ്. പെണ്ണുങ്ങൾ പോയി ഫുഡ് അടിക്കും. അതെന്താ ഞങ്ങള് പെണ്ണുങ്ങൾ കഴിച്ചാല്? എടാ എന്റെ ഫോൺ. അളിയന്റെ ചെന്നിത്തലയിൽ അമ്മായി ആയിരിക്കും. इसका फोन है तो सजीस इसकी फ्रेंड है. ഇപ്പൊ കുളമാവ് കാട്ടിനകത്തുള്ള റിസോർട്ടിലാ. എന്ത് പറ്റി? എടാ എന്റെ ബാച്ചിലർ പാർട്ടിയാ. ഞങ്ങള് പഴയ ഗ്രൂപ്പിലെ നിന്റെ സെറ്റപ്പ് അന്ന് അബോർഷനുള്ള മരുന്നേ നന്ദി. അവന്റെ പാർട്ടിയും വേണ്ട, ഒരു കുന്തവും വേണ്ട. उनके पार्टी खराब. ചെല്ല് ചെല്ല്. അതെന്ത് വർത്താനം നയനായി പറയുന്നേ? അപ്പൊ ഞങ്ങളൊക്കെ എന്താ മോശമാണെന്നാണോ? വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. വായിന്ന് നല്ലത് വരണമെങ്കിൽ നല്ല കുടുംബം. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് തന്നെ ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ അവനെ കൊണ്ട് ഞങ്ങൾ സത്യം പറയിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് വേറെ കാര്യമുള്ളൂ. उससे सच बुलवाएंगे ना, उसने वो दवाई क्यों ला रखी है? उसको वो फोन क्यों आ रहा था बैंक नहीं? उसके दोस्त ऐसे क्यों बोल रहा था? अरे वो धोखा दे रहा है ना अपनी वाइफ को.
अच्छा मतलब जिससे इसी की वाइफ शादी थी हुई। प्रेग्नेंट ना ना, वो तो उन्नी मुकंदन की थी ना वाइफ। अरे उनको ये लग रहा है ना हमारे बच्चे को मारने के लिए वो वैसे कर रहे हैं। अच्छा നശിച്ച ദിവസം ഇത് ഏത് നേരത്താണോ उसकी वाइफ डॉक्टर थी शायद ना। ചെല്ല്. ആ പോവാം ഫിദ ഞാൻ അപ്പോഴേ പറഞ്ഞതിലേക്ക് लेकिन पता तो चल गया उन्हें नहीं कोई साजिश कर रहा है। अभी आपने फोन उठा लिया। इसका फोन आया नहीं। अच्छा एरोप्लेन मोड में डाल कितना रखा था। चालाक था ये, खुद अपना फोन उसने एयरप्लेन मोड में था डाला हुआ। मौसम भी बारिश खराब आने होने वाली लग गया। ओहो मौसम खराब होने वाला है। बाकी सबको आ रहा है। यही था। നല്ല മഴയ്ക്കും സാധ്യതയുണ്ട് अबे 8 മണി ആയല്ലേ ഉള്ളൂ താൻ ഉള്ളൊക്കെ എടുത്ത് അകത്ത് വയ്ക്ക സക്കരയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെ തുറന്നു നോക്കിയേ. എന്തിനാ ഇങ്ങനെ വളച്ചു കിട്ടുന്നേ? ഇച്ചായ എനിക്കിനി പാർട്ടിയിൽ നിൽക്കണ്ട. ഇങ്ങനൊന്നും അല്ല ഞാൻ എല്ലാരെ പറ്റി വിചാരിച്ചത്. നിനക്ക് क्या है आपस में क्यों लड़ रहे बाकी सारे? लोग क्यों लड़ रहे हैं मैं समझ नहीं आ रहा मुझे। इनको ना एक दूसरे पे विश्वास ही नहीं है। ओ बारिश हो गई तेज। ये भी പിന്നെ ഞാൻ എന്റെ കാര്യം ക്ലിയർ ചെയ്യണ്ടേ? ഈ നാറ്റ കേസിലൊന്നും തലവണിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ക്ലിയർ ചെയ്ത് വല്ലാത്തൊരവസ്ഥയെ പോയത്. अलग ही बैठे हैं दोनों। ये तो बहुत चालाक है, हाँ इसने अपनी राज बिल्कुल भी एक्सपोज नहीं होती है। സിദ്ധാർത്ഥ ഒന്ന് ശരിക്കുള്ള കാര്യം പറയുന്ന പറഞ്ഞേ. സത്യം എന്തെന്ന് ആർക്കറിയാം. ടാ. ഇനി ഫിദ अब फिर आप भी डाउट कर रहे हो। पिता क्यों करेगी ऐसा नहीं। सबसे पहले उसने तो अपना फोन रखा था। ये हमेशा अकेली रहती है। मैसेज करते रहते हो किसी को। എടോ തന്നെ എനിക്ക് സംശയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇനി? മാത്യുവിന് ഇപ്പൊ എന്താ വേണ്ടേ? എടോ താൻ ഇനി ദേവി ഇത് കുറച്ചു നേരം എന്നെ ഇവിടെ തന്നെ ഇരിക്കാൻ അനുവദിക്കൂ. लड़ाई तो उन दोनों के बीच हुई थी। इनकी वाइफ पता नहीं क्यों नाराज हो रही है। ये सारे आपस में नाराज ही थे। उन दोनों को तो दिखा नहीं रहे, उसको दिखा नहीं रहे। बाकी लोग पता नहीं क्यों लड़ रहे हैं। ये सारे अलग अलग कहाँ जा रहे हैं? हैं ये दोनों कौन है? कौन थे वहां पर? എന്തൊക്കെയാ പറഞ്ഞ് റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും സത്യം പറയാണ്ട് അവള് സിദ്ധാർത്ഥനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. वही तो सिर्फ इस गेम की वजह से। ये रहा वो सो एमडी के दोस्त हो गया। ഇങ്ങോട്ട് പോയാലോ? വേണ്ട വേണ്ട, അവൻ ഇങ്ങോട്ട് വരട്ടെ. വെറുതെ അവിടെ കിടന്ന് വഴക്ക് വേണ്ട. ആ അരുതിക്കുള്ളതാ, ചുമ്മാ നാറും. നീ തന്നെ ഇനി ഇതും കൂടെ വലിച്ചു കയറിയിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കരുത്. അതൊന്നും പറയാൻ പറ്റില്ല. थके बैठ बैठ के हाँ आ ही नहीं रहा तब से। എന്റെ कहाँ गया वो? ഞാൻ റൂമിലേക്ക് പോട്ടെ. അവന് പോയിരുന്നേ. ആ അവൻ വരട്ടെ. अब जाने लग गया। ये तो वैसे अपनी बीवी से थोड़ा दूर रहना चाहता है। किसका एवरीथिंग इज ओके। उसको तो अपनी पैसों की टेंशन हो रही है बस। ओ तेज हो गई बारिश। फिर से बारिश होने लग गई। ओ लाइट चली भाग गई। गई। चले गए जनरेटर ऑन करने के लिए। आगे लाइट। ഫുഡിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഇല്ല സാർ, ഒന്നും പറഞ്ഞില്ല. ഇത് വല്ല മെനക്കേടായാലോ? ഞാൻ പോയി ചോദിച്ചു.
अबे ओह अबे ये तो लड़की है वो ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള കൊച്ചല്ലേ? അത് സാറേ. आरती अबे उसने सुसाइड कर ली। सुसाइड किया कि किसी ने धक्का दिया? उनके दोस्तों को क्यों नहीं बुलाया? अच्छा बोल तो दिया सबको पता चल गया। इसके वाइफ ठीक है वो? हाँ किसी ने मारा होगा उसे या फिर हाँ मारा होगा शायद किसी ने। രാത്രി വിളിച്ചറിയിച്ചില്ല. ഞങ്ങള് നാളെ രാവിലെ തന്നെ വിളിച്ചേക്കാം. ആ ഓക്കെ ഓക്കെ. നിങ്ങൾ റിസോർട്ട് അങ്ങോട്ട്. സാർ ബോഡി ആദ്യം കണ്ടവനില്ലേ സാർ, അവനെ വിളി. किसने देखा? കുറച്ച് കഴിച്ചു. വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നോ പോകുന്നോ കണ്ടായിരുന്നോ നീ? ഇല്ല സാറേ, വേറെ ആരെയും ഞാൻ കണ്ടില്ല. कोई तो आया होगा वहाँ। ഓക്കെ. എന്നാലും നിങ്ങൾ കാണാതെ ആ കുട്ടി മാത്രമേ. ഓ ഇവിടെ വേറെ ഏതോ ഗസ്റ്റ് ഉണ്ടെന്ന് ബസിന്റെ പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പം മദ്യം വേണമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയാണ്. उसमें कर സാറേ, सकती पुलिस വൈകുന്നേരം है। മുതൽ ആള് നല്ല ഫിറ്റാ. ലേഡീസിനോടൊക്കെ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത്. उसे फंसा रही है। सबके साथ ठीक तो था उसका बिहेवियर। हाँ നല്ല ഫിറ്റായിട്ട് കയറി പോകുന്ന കണ്ടായിരുന്നു. എണീക്കാൻ കുറച്ച് പാടായിരിക്കും. സാറേ ഡോ വാതിൽ ഓർക്കടോ. സാറേ പോലീസ്. अरे हैं? अबे कौन है? पुलिस सलाम कर रही। पुलिस वाला है। अच्छा ये पुलिस वाला है। 2 കേസിൽ സാറിനെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിപിൻ എന്താ വിപിൻ? ये पुलिस वाला है। हाँ उसको पता ही नहीं था। കർത്താവേ കാത്തോളേ. അതായിരിക്കും. അല്ല ഏതോ മീഡിയക്കാരനെ തല്ലി സാറെന്തോ സസ്പെൻഷൻ अच्छा പറഞ്ഞു. सस्पेंड हो गया। अच्छा അല്ല ഞാൻ എന്നിട്ടും സാറത് നിർത്തി. अच्छा फिर से वो क्राइम ब्रांच में जाने बाद എന്നാ സാറേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ബോഡി ഹോസ്പിറ്റലിലേക്ക് വിടണം. എനിക്ക് പോകും വേണം. നാളെ ഇവിടെ ബൈ ഇലക്ഷനാ. ശരിയെന്നാ. ये करेगा इन्वेस्टिगेशन। इनके बीच तो सब कुछ ठीक था आएगा नहीं। ठीक भी नहीं था। फिर भी उसकी वाइफ नाराज हुई। ഒന്ന് മാറിക്കണേ. ആ ബിജു, സാർ ക്രൈം ബ്രാഞ്ച് കയറുന്നതിന് മുമ്പ് ആഘോഷിക്കാൻ വന്ന ഏത് മറ്റേ ആളോ? നല്ല ഗീറ. അത് പെണ്ണ് കേട്ടാത്തന്റെ കുഴപ്പം സാറേ. പിന്നെ പുള്ളിക്കാരത്തിയുടെ മൊബൈൽ മിസ്സിംഗ് ആണെന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. ഞാൻ നമ്മുടെ സേതുവിനെ വിട്ട് अच्छा फोन भी तो नहीं है उसका। അയാളുടെ വൈഫാ? അതെ സാർ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ ഉച്ച കഴിയും ബോഡി കിട്ടാൻ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. നാളത്തെ ഇലക്ഷനെ തിരക്കൊന്ന് കഴിയട്ടെ. നാളെ ഇവിടെ ഇലക്ഷനാന്ന് പറഞ്ഞില്ലേ? 2-3 പേരല്ല, എല്ലാവരും സ്റ്റേഷനിൽ ഉണ്ടാവണം. एक और दिन रुकना पड़ेगा उन्हें वहाँ। फोन क्यों नहीं मिल रहा रहेगा नहीं? കുറച്ച് കൂടുതൽ ഫോഴ്സിനെ ആവശ്യപ്പെട്ടു. क्या पता किसी ने उसका मर्डर किया हो। ഞാനൊന്ന് സംസാരിക്കാം. സാർ ഒന്ന് പറയാവോ? ഞാൻ വേണമെങ്കിൽ ചൊവ്വാഴ്ച സ്റ്റേഷൻ വരെ പോവാം. എനിക്ക് മൺഡേ ബാങ്ക് വരെ ചെന്നേ പറ്റും. इसे उस चीज की बड़ी है ना। तभी बोल रहा हूँ। तभी तो बोल रहा हूँ। അവളാകെ ടെൻഷനില്ല. ആളുകളൊക്കെ അറിഞ്ഞ വലിയ ബുദ്ധിമുട്ടാവും സാർ. ഞങ്ങൾ എന്തു വേണമെങ്കിലും പോലീസിന്റെ അടുത്ത് ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കാം. വെറുതെ അവന്റെ
മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങളെങ്ങനെ വേണമെങ്കിൽ സഹകരിക്കാം. പിന്നെ സർ, क्या बोल रहा हूँ पुलिस वालों से? इनके बारे में നിങ്ങൾ വന്നേ. സർ. അതെ, സാർ ഒരു കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ, ഈ ഫോർമാലിറ്റീസ് നമുക്ക് നാളെ തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നാളെ ഞങ്ങൾ പറയാം സർ. वो तो चाहता ही है. चलेगा. മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. നിങ്ങൾ വേണേ മുറിയിലോട്ട് വെക്കോ, ഞാൻ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചോളാം. മാത്രം അവിടെ പോയി താഴെ വീണു, അതിലൊരു അപാകതയില്ലേ? സർ, ഡിന്നർ കഴിഞ്ഞും ഷൈനി ഇവിടെ जो തന്നെ. शाइनी है ना वो. ഞാൻ ഇടയ്ക്ക് മുറിയിൽ നിന്ന് പുറത്തു പോയായിരുന്നു. ആ സമയത്ത് ഷൈനി ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? पूछ भी रहा हो, कोई बताएं तो. ഇല്ല അല്ലേ? ഓക്കെ, നിങ്ങൾ അവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം. बताया क्यों नहीं उन्होंने? എൻ്റെ തന്നെ ഉറച്ചിരിക്കാം. അപ്പോൾ അവൾക്ക് എന്താ സംഭവിച്ചെന്നറിയണ്ടേ? എടാ, അറിയണം. പക്ഷെ ഡിന്നറിനുണ്ടായ ഇഷ്യൂസ് ഒന്നും പറയാതിരിക്കാൻ നല്ലത്. ऐसे क्यों कर रहे? सीसीटीवी देख रहा सीसीटीवी कैमरा. हाँ, हूँ. 4 तो चल रहे हैं उसमें. എന്നിട്ട് നിങ്ങൾ സഹകരിക്കാതിരുന്നാൽ അതൊരു ശരിയായ നടപടിയല്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ന്യായം വേണ്ടേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? जानना चाह रहा है ये. अभी ये नहीं बता रही. ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ सीसीटीवी देखा. हाँ. തലവേദന ആയതുകൊണ്ടാ. ये झूठ क्यों बोल रहे? बोलना चाहिए इनको, पुलिस को. കുട്ടിയുടെ പേരെന്താ? ഞങ്ങൾ പോലീസുകാർക്ക് കുറ്റം ചെയ്യുന്നവരെക്കാൾ ഞങ്ങളെ മണ്ടന്മാരാക്കുന്നവരോടാണ് ദേഷ്യം. സാർ, അടുത്ത വ്യാഴാഴ്ച ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത്? ഇയാളുമായിട്ട് എന്തെങ്കിലും उसको क्यों देख रही फिर ये? എന്നാ പറയൂ. സർ, ഡിന്നറിന്റെ സമയത്ത് अच्छा, उसने बता दिया. ഗെയിം കളിച്ചു. ओ, ഇവരെല്ലാരും കൂടെ എന്നിട്ട് ആരതി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. പിന്നെയാണ് കാറ്റും വലിയ മഴയും. ഞങ്ങൾ കുറച്ചുപേര് തിരിച്ചു വന്നു. പിന്നെയാണ് ഷൈനി. എനിക്ക് നിങ്ങളുടെ റൂമെല്ലാം ഒന്ന് പരിശോധിക്കണം. ആർക്കും പ്രോബ്ലം ഒന്നുമില്ല. रोम की तलाशी. दारू की बोतल है सबके बैग में. डॉक्टर कहाँ थे वो? एक डॉक्टर थे ना उनमें. एक डॉक्टर है ना, शायद उसके സ്ഥലം വേണം. റെഡിയാക്കാം സാർ. ऑल अरेंज करेगा. दस लोग हैं ना ये. 10 से ज्यादा है. നമുക്ക് ആ കളി ഒന്നുകൂടെ കളിച്ചാലോ? हैं? ഒരു കളിയും പാതയിൽ നിർത്തരുത്. ഫിനിഷ് ചെയ്യട്ടെ. अच्छा, वो सोच रहा है ना इसी के जरिए मैं उसे കളിയൊന്നും വേണ്ട സാർ. എനിക്കെന്ത് പേടി? എന്നാ എല്ലാവരും അവരവരുടെ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെക്കണം. ये खेल रहा गेम को उनके साथ. ഞാൻ പറയുന്ന പോലെ സംസാരിക്കണം. അല്ല, ഇനി പാതിരാത്രിക്ക് ആര് വിളിക്കാനാ സർ? നമുക്ക് അങ്ങോട്ടും വിളിക്കാമല്ലോ. കളിക്ക് ടൈം ലിമിറ്റ്. പിന്നെ ഈ കളി ഞാനും ഒരേ സമയം കളിക്കുകയും കളി നിയന്ത്രിക്കുകയും. ആരെങ്കിലും ഫൗള് കാണിച്ചാൽ ബാക്കി കളി സ്റ്റേഷനിൽ പോയിട്ടാവും. फंस गए. पहला कॉल. अच्छा, इसका है. എൻ്റെ പഴയ സുഹൃത്താ. ഈ പഴയ സുഹൃത്തുക്കളെ പേടിക്കണം അല്ലേ സിദ്ധാർത്ഥ്? ഇയാൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഒറ്റ ദിവസത്തെ പരിപാടി ഉള്ളായിരുന്നു, അതാ ഞാൻ വിളിക്കാത്തത്. സസ്പെൻഷൻ വഴിപാടാ. ഇന്നു മുതൽ മദ്യം എന്തെങ്കിലും പറയാൻ പറ്റൂ? कितना खतरनाक था पुलिस वाला. डरा दिया उनको, सबको डर गए. पहले डरे हुए थे.
അപ്പൊ സിദ്ധാർത്ഥ് ആരതിയുടെ പുറകെ പോയിട്ട് റൂമിൽ വെച്ച്. ആരുടെ റൂമിൽ? ആരതിയുടെ റൂമിൽ വെച്ച്. അപ്പൊ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. പിന്നെ ആരതീനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാന്ന് കരുതി. എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ? സിദ്ധാർത്ഥിന്റെ സുഹൃത്ത് ചിപ്പിക്കാൻ അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? സാർ അപ്പോഴേക്കും ഷൈനി മുറിയിലേക്ക് കയറി വന്നു. अच्छा शाइनी यहाँ आए फिर മുമ്പിൽ ഇപ്പൊ തന്നെ പറയണം. കണ്ടവളുമാരെ വ്യഭിചരിച്ച് നടന്നതിന് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുണിച്ച് നിൽക്കാണെന്ന് എനിക്ക് പറ്റത്തില്ല. ഷൈനി കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് കുറച്ച് क्या എല്ലാവരോടും പറയാം. അതോടെ പ്രശ്നം നീ തീരും. ഇപ്പൊ തന്നെ വരണം, അല്ലെങ്കിൽ എല്ലാരെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരും. ചേട്ടാ ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ഷൈനി ഇപ്പൊ പോ. എന്ത് പറഞ്ഞത്? ഷൈനിക്ക് എന്താ പറയാനില്ല? പറ, അതെനിക്ക് കേൾക്കണം. ഫിദ, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ. ഷൈനി നീ റൂമിൽ പോ. ഇത് ഞാൻ കാരണം ഉണ്ടായ പ്രശ്നമല്ലേ. അപ്പൊ സിദ്ധാർത്ഥമായിട്ട് മാത്രം ജിതേഷ് എന്തിനാ അങ്ങോട്ട് എന്ന്? സിദ്ധുവിനെ കാണാൻ. എന്തിന്? अब ये क्यों गया था? उसका कौन फोन दिया? है। अच्छा ആണ് നീ നിന്നെ സജീഷൻ എടുത്ത് കള്ളം പറഞ്ഞ്. എടാ ആ പെങ്കൊച്ച് നാട്ടിലുള്ളതല്ലേ. ഈ സജീഷൻ അവളെ അറിയാം. അതാ അന്ന് അവനങ്ങനെ ചോദിച്ചപ്പോ അകത്ത് ആരതി ഭയങ്കര പ്രശ്നത്തിലാ. നീ അതെങ്ങനെ ഡീൽ ഒന്ന് എനിക്കൊന്ന് പറഞ്ഞ. നീ എന്നാ ആരതിരത്തോട്ട് പോ. അപ്പൊ അങ്ങനെയാണ് സംഭവം. നമുക്കെന്നാ ആ മെഡിക്കൽ റെപ്പിനെ ഒന്ന് വിളിക്കാം. അവനാണല്ലോ. साजिश 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 का फोन मिलाएगा. സജീഷിനെ സിദ്ധാർത്ഥ് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടല്ലോ. अच्छा ओ അപ്പൊ പറയാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞേപ്പിച്ചോ? അങ്ങനെ സംസാരിച്ചില്ല സാർ. ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. അവൻ കുറെ സോറി പറഞ്ഞു. उसे दोबारा कॉल कर. ചോദിക്കണം. സജീഷിനെ പരമാവധി സംസാരിക്കാൻ പ്രേരിപ്പിക്കണം. എന്തെങ്കിലും ഫൗള് കാണിച്ചാൽ ओ फोन नहीं उठा रहा साजिश. क्या हो गया इसको? അവൻ കിടന്നാണ് സാർ. किसी का फोन आ जाए फिर. है? ओ इसको फोन आ गया. इसको किसने की अभी कॉल? ഹലോ, कोई और लड़की. ओ बैंग सबको खबर पता चल गई. है? अच्छा न्यूज में कैसे आ गया? बात लीक हो गई. ആ ओ बैंग കട്ട് ചെയ്യാൻ നിങ്ങളാണ് തീരുമാനിച്ചത്. സോറി, ഞാൻ അറിയാതെ. ആരാണ്? इंसिडेंट हुआ था ना इनके बीच में कुछ. സർ, എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ ഷൈനിയും സിദ്ധുവും ചേർന്നിട്ടാണ് ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കിയത്. ആ പ്രശ്നം അതോടെ ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മാത്യു പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. हर बात से इनकार कर दे रही है. പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിട്ട് ഷൈനി മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒപ്പം പോയ സിദ്ധാർത്ഥല്ലേ? ഐ നീഡ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ്. സാർ അപ്പൊ ഷൈനി पुरानी बात बता रहे हैं. हाँ ആകെ നാണക്കേടായി. ഷൈനി ഇത് ഇത്ര വലിയൊരു സീരിയസ് ഇഷ്യൂ ഒക്കെ എടുക്കരുത്. പഠിക്കുന്ന കാലം മുതൽ അവര് തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. ഇതിപ്പോ നമ്മുടെ ഇടയിലല്ലാണ്ട് വേറെ ആരാ? किस बात के बारे में बात कर रहे हैं? जो ड्रंक एंड ड्राइव हुआ था. अच्छा ड्रंक ड्राइव. ഷൈനിയുടെ സ്വഭാവം വെച്ച് आप कैसे बोला? ചെറിയൊരു തർക്കം ഉണ്ടായി, അല്ലാതെ വലിയൊരു വഴക്കൊന്നും ഉണ്ടായില്ല.